CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂന. നമസ്കാരം, CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ ശക്തമായ പോളിംഗ്. ചൊവ്വന്നൂർ മാർത്തോമ LP സ്കൂൾ, മരത്തംകോട് ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലായി രാവിലെ 7 മണിയോടെയാണ് പോളിംഗ് ആരംഭിച്ചത്. ചാലിശ്ശേരി പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിലും കനത്ത പോളിംഗ്. അറയ്ക്കൽ മദ്രസയിലും പഴയ വില്ലേജ് ഓഫീസ് കെട്ടിടത്തിലുമായി സജ്ജീകരിച്ച പോളിംഗ് സ്റ്റേഷനുകളിലായി ആകെ 1283 വോട്ടർമാരാണ് സമ്മതിദാനാവകാശം നിർവഹിക്കേണ്ടത്. പ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി ബുധനാഴ്ച വ്രതം തേടി 10,000 ഗുരുഭവനപുരിയിലെത്തും. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധി പൂർണ്ണമായും പാലിച്ച് പ്രൌഢഗംഭീരമായ ചടങ്ങുകളോടെ ഗജരാജൻ ഗുരുവായൂർ കേശവനെ അനുസ്മരിച്ചു. കർശന നിയന്ത്രണങ്ങളോടെ നടന്ന ചടങ്ങിലും ആയിരങ്ങൾ പങ്കാളികളായി. ദശമി ദിനത്തിൽ ചെമ്പൈ സംഗീത മണ്ഡപത്തെ ആനന്ദത്തിലാറാടിച്ച് ഘനരാഗ പഞ്ചരത്ന കീർത്തനാലാപനം സംഗീത മാധുര്യമായി. 1 മണിക്കൂറോളം നീണ്ടുനിന്ന പഞ്ചരത്ന കീർത്തനം ആസ്വദിക്കാൻ നിരവധി പേരെത്തി. അമൃത് കുടിവെള്ള പദ്ധതിയെ ചൊല്ലി കുന്നംകുളം കൌൺസിൽ യോഗത്തിൽ BJP പ്രതിഷേധം. ഇതിനിടെ അജണ്ടകൾ പാസാക്കി ചെയർപേഴ്സൺ യോഗം പിരിച്ചുവിട്ടു. കുന്നംകുളം പാറയംപാടത്ത് കാറുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. കാളത്തോട് സ്വദേശി സജീർ, വാണിയംപാറ സ്വദേശി മുജീബ് എന്നിവർക്കാണ് പരിക്കേറ്റത്. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ഇനി ഞാൻ ഒഴുകട്ടെ പദ്ധതിയുടെ 3-ാം ഘട്ട ഉദ്ഘാടനം ഒരുമനയൂർ പഞ്ചായത്തിൽ ആരംഭിച്ചു. നീരൊഴുക്ക് തടസ്സപ്പെട്ട് കിടക്കുന്ന തോടുകൾ വൃത്തിയാക്കുന്നതാണ് പദ്ധതി. ഇന്ദിരാഗാന്ധി വീക്ഷണം ഫോറം അജ്മാൻ യൂണിറ്റ് ഈദ് അൽ ഇത്തിഹാദ് ആഘോഷവും ആളൂർ സ്വദേശി AKA കുട്ടിയുടെയും രാജൻ മാത്യുവിന്റെയും സ്മരണാർത്ഥമുള്ള 20ാമത് വിദ്യാഭ്യാസ അവാർഡ് ദാന ചടങ്ങും സംഘടിപ്പിച്ചു. ലഹരി വസ്തുക്കൾക്കെതിരെ ബോധവൽക്കരണം നടത്തുന്നതിന്റെ ഭാഗമായി വെസ്റ്റിമങ്ങാട് സെന്റ് ജോസഫ് ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൌട്ട് ഗൈഡ് യൂണിറ്റുകൾ തൃശൂർ പൂമലയിലെ പുനർജനി ഡി അഡിക്ഷൻ സെന്റർ സന്ദർശിച്ചു. വേലൂർ ചുങ്കം ചിന്താവേദി വായനശാലയുടെ ആഭിമുഖ്യത്തിൽ കലാസന്ധ്യ സംഘടിപ്പിച്ചു. ചെയർമാൻ ഡോക്ടർ CF ജോൺ ജോഫി അധ്യക്ഷത വഹിച്ചു. കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിലെ 101ാം പ്രതിഷ്ഠാ തിരുനാളിന്റെ ലോഗോ പ്രകാശനം നടന്നു. പുന്നേർകുളം പരൂർ കാരുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കാരുണ്യം കുടുംബസംഗമവും ഹോമിയോ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചൊവ്വന്നൂർ ബ്ലോക്ക് കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. ഉത്തരവാദിത്തം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന പ്രമേയത്തിൽ ആമ്പല്ലൂരിൽ ഡിസംബർ 27, 28, 29 തീയതികളിൽ നടക്കുന്ന SYS കേരള യുവജന സമ്മേളനത്തിന്റെ പന്തൽക്കാൽ നാട്ടൽ കർമ്മം നടന്നു. CPM ചാവക്കാട് ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി വനിതാ നൈറ്റ് മാർച്ച് നടത്തി. ഡിസംബർ 11, 12, 13, 14 തീയതികളിൽ അണ്ടത്തോടാണ് ചാവക്കാട് ഏരിയ സമ്മേളനം നടക്കുന്നത്. മുണ്ടത്തിക്കോട് ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. പാതിരിക്കോട്ടുകാവ് ക്ഷേത്ര മൈതാനത്ത് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ദീർഘകാലം തൃശൂർ DCC പ്രസിഡന്റും മുൻ സഹകരണ വകുപ്പ് മന്ത്രിയുമായിരുന്ന CN ബാലകൃഷ്ണന്റെ 6ാം ചരമവാർഷികം ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു. വെൽഫെയർ പാർട്ടി സംസ്ഥാന വ്യാപകമായി നടത്തിവരുന്ന ആരാധനാലയ നിയമ സംരക്ഷണ സംഗമം വടക്കേക്കാട് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ കൊച്ചന്നൂർ സെന്ററിൽ സംഘടിപ്പിച്ചു. വൈദ്യുതി നിരക്ക് വർധനവിനെതിരെ SDPI ചൂണ്ടൽ പഞ്ചായത്ത് കമ്മിറ്റി KSEB ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.